ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. അപരാധങ്ങൾ മൊഴിയും മധുരം, അപദാനങ്ങൾ വാഴ്ത്തുകയാ. അപരാധങ്ങൾ മൊഴിയും മധുരം, അപദാനങ്ങൾ വാഴ്ത്തുകയാ. തിരുനാമത്തിൻ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയാ. കാരുണ്യത്തിൻ പ്രഭയാൽ കരളിൽ ഉദയം നൽകി. കരളിൽ ഉദയം നൽകി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. കരചേർത്തെൻ്റെ ഉലയും തോണി കദന കടലിൽ അലയുമ്പോൾ. കരചേർത്തെൻ്റെ ഉലയും തോണി കദന കടലിൽ അലയുമ്പോൾ. നിരുപമമാകും തെളിനീരുറവായി നൊമ്പരമേകും വന്മരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി. വിളിച്ചെൻ്റെ കണ്ണീർ മാറ്റി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ോടിടുവാനാ
അന്യമായി തീരുമ്പോൾ നീ മാത്രമെന്റേതാകുന്നു. എല്ലാം വ്യർത്ഥമായി തോന്നുമ്പോൾ നിന്നിൽ ഞാൻ അർത്ഥം കാണുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു. ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു. ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീയേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. പാപികൾക്കിടയിൽ നീചനായി ഞാൻ, കർമ്മപാപങ്ങൾക്കെന്നും അടിമയായി ഞാൻ. പാപികൾക്കിടയിൽ നീചനായി ഞാൻ, കർമ്മപാപങ്ങൾക്കെന്നും അടിമയായി ഞാൻ. കേഴുന്നവരുടെ സ്നേഹിതൻ നീ, കേഴുന്നവരുടെ സ്നേഹിതൻ നീ, തേങ്ങി വീഴുന്ന മർത്യരെ താങ്ങുവോ നീ. നിൻ കഴിവാണെല്ലാം അറിയുന്നു ഞാൻ, സർവം എന്നെ നയിക്കുന്ന നിന്റെ ദയാ. യേശുവേ, ശ്രീയേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. കാൽവരിയാണിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിനിഞ്ഞിടും കുന്നിൻ തലം. കാൽവരിയാണിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിനിഞ്ഞിടും കുന്നിൻ തലം. കുരിശും ചുമന്നിതാ നിന്റെ കൂടെ, കുരിശും ചുമന്നിതാ നിന്റെ കൂടെ, എൻ്റെ പ്രാണനും പ്രാർത്ഥിച്ചു നേടുന്നു. എൻ്റെ ഈ ഭാഗ്യത്തെ അറിയുന്നു ഞാൻ, എല്ലാം എന്നെ നയിക്കുന്ന നിന്റെ ദയാ. യേശുവേ, ശ്രീയേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. എല്ലാം അന്യമായി തീരുമ്പോൾ നീ മാത്രമെന്റേതാകുന്നു. എല്ലാം വ്യർത്ഥമായി തോന്നുമ്പോൾ നിന്നിൽ ഞാൻ അർത്ഥം കാണുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു. ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു. ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീയേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു.
കർത്താവിനെയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. ദേവദാസന്റെ കർത്താവ് ഭവനത്തിൽ നിന്ന് വേർതിരിച്ചതിനായി സ്തോത്രം ചെയ്യാം. വിശ്രാമത്തിലേക്ക് ദൈവം ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. നടത്താനായി സ്തോത്രം ചെയ്യാം. വരുവാനിടയാക്കാനായി സ്തോത്രം ചെയ്യാം. ആശ്വസിപ്പിക്കാനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദൈവത്തെ വാഴ്ത്തുന്നത് മഹത്വപ്പെടുത്തുന്നത് കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളിലും ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ കൽപ്പനകൾ അനുസരിക്കുവാൻ കർത്താവേ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്രയും നാൾ ഈ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കിയതായി സ്തുതിക്കുന്ന കർത്താവേ, ഈ ഭവനത്തിൽ നിന്റെ മകൻ തക്ക സമയമായപ്പോൾ സ്വർഗ്ഗത്തിലൂടെ ദൈവം വിളിച്ച് വേർതിരിച്ചതായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, സൃഷ്ടിക്കാൻ ഞങ്ങൾ ബോഡി വെളിയിലേക്ക് എടുക്കുന്നു. ശുശ്രൂഷകളെല്ലാം ദൈവം നടത്തണമേ, ആശ്വസിപ്പിക്കണമേ കർത്താവേ. യേശുനാമത്തിൽ സ്നേഹം തേന്മഴ പോലെ കൈമണിക്കെന്നൽ പോലെ ദാഹവേനൽ തീയെരിയുമ്പോൾ കണ്ണീർ പന്തൽ പോലെ ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ, ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണിത്തെന്നൽ പോലെ. തുടയ്ക്കുന്ന കൈയെവിടെ, കാൽ കഴുകിടുന്ന കൈയെവിടെ, കഥനം കാണുന്ന മിഴിയെവിടെ, കാരുണ്യമൊഴുകുന്ന മിഴിയെവിടെ. ആ കൈയിലില്ലേ, ആ കണ്ണിലില്ലേ ആകാശതാരകം, നോവിൽ തലോടും ജീവന്റെ ഉള്ളിൽ മൂകാശ്രുസാഗരം. ആരിലും വാഴുന്നു ദൈവം, ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണിത്തെന്നൽ പോലെ. ദാഹവേനൽ തീയെരിയുമ്പോൾ കണ്ണീർ പന്തൽ പോലെ. അഭയം നൽകുന്ന തണലെവിടെ, ആശ്രയമരുളുന്ന മൊഴിയെവിടെ, അന്നം കൊടുക്കുന്ന തപസ്സെവിടെ, അക്ഷരം നൽകുന്ന മനസ്സെ. ഈ പ്രിയ പിതാവിന് കൊടുത്ത നല്ല അവസാനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവര് ദൈവത്തെ അറിയാത്തവരായി ജീവിക്കുമ്പോൾ ഈ ദൈവദാസൻ വലിയവനായ ദൈവത്തെ പിൻപറ്റുവാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം.
കർത്താവിനെ പിൻപറ്റി കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ കൊടുത്ത ഭാഗ്യത്തിനായി ശുദ്ധമായിട്ടുള്ള കൂട്ടായ്മ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളെല്ലാം തീർന്ന് തക്ക സമയമായപ്പോൾ ദൈവം തന്റെ നിത്യ ഭവനത്തിലേക്ക് ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. കിടക്കുന്നവർക്ക് ശുശ്രൂഷ അനുഗ്രഹമായി ദൈവം നടത്താനായി സ്തോത്രം ചെയ്യാം. വീട്ടുകാരെല്ലാം ആശ്വസിപ്പിക്കാനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്നേഹമേറെ ഞങ്ങളുടെ സൗഖ്യപിതാവേ, ഞങ്ങളുടെ ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളിലും ഭാരങ്ങളിലൊക്കെ ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് വലിയ പ്രതിഫലം പറ്റുവാൻ കൽപ്പനകൾ അനുസരിപ്പാറിയോ കൊടുത്ത ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. സത്യസമയപ്പോൾ തന്റെ ആത്മാവിനെ ദൈവത്തിലെ വിശ്രമത്തിലേക്ക് ചേർത്തതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതുപോലൊരു കടന്നുപോക്ക് ഞങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടയാക്കണത്. ഇന്ന് ഈ സമയം നടക്കുന്ന ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണത്. ദുഃഖിതരെല്ലാം ആശ്വസിപ്പിക്കണത്. ഇനി വരുവാനുള്ളവരെല്ലാം കടന്നു വരുവാൻ ദൈവം ഇടയാക്കണത്. യേശുനാഥൻ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ഭാഗ്യവോർക്ക് സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം
പ്രാർത്ഥിച്ചിടുന്നു. ആത്മാവിന്ദ്രപീഠാൻ എന്റെ മംഗല മോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. എന്റെ മംഗല മോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യവോർക്കും ഓർവേനി കാശയേറുന്നേ. ആദിൻ ഭാഗ്യവോർക്കും കാശയേറുന്നേ. പ്രാവിനെ പോൽ രണ്ടു ചീറ കൊണ്ടെന്നാവിൽ ഞാൻ. പ്രാവിനെ പോൽ രണ്ടു ചീറ കൊണ്ടെന്നാവിൽ ഞാൻ. ശീഘ്രം എത്തും എന്റെ മാണ നാളൻ സന്നിധം. ശീഘ്രം എത്തും എന്റെ മാണ നാളൻ സന്നിധം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്ക് വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്ക് വർണ്ണിക്കാം. ആദിൻ ഭാഗ്യവോർക്കും ഓർവേനി കാശയേറുന്നേ. ആദിൻ ഭാഗ്യവോർക്കും ഓർവേനി കാശയേറുന്നേ. ഭൂമിയെയും ഭൂമണ്ഡലത്തിനെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങി ചെരുവറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ആ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അർത്ഥങ്ങളൊക്കെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളോ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. ജ്ഞാനമുള്ള ഹൃദയം പ്രായത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നിടമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയനെ കുഞ്ഞു സദലൂയ പാടിടും ഞാൻ. വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കാണുന്നവരെ കണ്ടയച്ച് മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടില്ലാതെ മാറാം. കർത്താവിന്റെ സന്നിധിയിൽ തീർക്കപ്പെട്ട എൻ്റെ സഹോദരനെ പറ്റി എനിക്ക് ചില വാക്കുകൾ പറയുവാൻ ഈ സമിതി സഹായിക്കുന്ന സ്തോത്രം. അവനോട് സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളായിരുന്നു. അതിൽ ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഏക സഹോദരി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം എൻ്റെ അനുജനും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു.
ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും സ്നേഹത്തില് ഐക്യത്തില് ഒരുമപ്പെട്ട് ഒരേ ചങ്ങലയിൽ ആയിരുന്നു ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ. ഞങ്ങൾ പരസ്പരം സ്നേഹത്തോടും സമാധാനത്തോടും ഐക്യത്തോടും എന്ന് മാത്രമല്ല ഏതൊരു കാര്യമുണ്ടായാലും പരസ്പരം ഞങ്ങൾ ആലോചിച്ച് തെറ്റുകൾ കുറ്റങ്ങൾ പരസ്പരം മനസ്സിലാക്കിയായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിചാരിക്കാത്ത സമയത്ത് എത്തിയിരിക്കാവുന്ന കർത്താവ് നന്ദിയോടെ സ്തോത്രം. മരിക്കുന്ന അതേ ദിവസം തന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സംസാരിച്ചിട്ട് അവന്റെ ഭവനത്തിലേക്ക് വരികയും ഞാൻ അവന്റെ ഭവനത്തിലിരുന്നു. അന്ന് രാത്രി അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഉറക്കത്തിന്റെ നല്ല മൂർധന്യ അവസ്ഥയിൽ ഏമാൻ വന്ന് വിളിക്കുകയും ഞങ്ങള് അന്ന് ലൈറ്റ് പോലും എടുക്കാതെ ഓടി ഇവിടെ എത്തിയപ്പോൾ അവന്റെ ഡെഡ് ബോഡിയാണ് ഞങ്ങൾ കാണുവാൻ. സ്തോത്രം. ഞങ്ങൾക്ക് അവൻ ചെയ്യേണ്ട ഒരു കടപ്പാടും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത രീതിയിലായി. കർത്താവിനോട് സ്തോത്രം. ഞങ്ങൾ എവിടെ പോയാലും സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കല്യാണത്തിനായാലും ഒരു കൂട്ടങ്ങൾക്കായാലും പരസ്പരം ഞങ്ങൾ ആലോചിച്ച് വണ്ടിയുടെ സമയങ്ങളൊക്കെ ഞങ്ങൾ കണക്കാക്കിയായിരുന്നു ഞങ്ങൾ യാത്രയായിരുന്നത്. ഇത്രയും നാളിലാകും ഞങ്ങൾക്ക് ഒരു ദിവസം പോലും തിരുവചനത്തിൽ പറയുന്നത് പോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രാവിലെ പറഞ്ഞാൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിരപ്പായി തമ്മിൽ ഭവനങ്ങൾ ഞങ്ങൾ എത്തിച്ചേർന്ന് സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമാവുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സ്ഥിര വരുമാനമില്ല എങ്കിൽ തന്നെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ കൂടി കടന്നുപോയ അവസ്ഥയിലൊക്കെയും ഞങ്ങൾ ചെയ്യാവുന്നിടത്തോളം ഞങ്ങളുടെ സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപേ അവൻ മരിച്ചു പോകേണ്ടതായിരുന്നു. എങ്കിലും അവനെ ഈ ലോകത്തിൽ ചില കടപ്പാടുകൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവത്തിന് മനസ്സിലായി. അതും അവൻ നിറവേറ്റി അങ്ങനെ ഒരു മോകളുടെ വിവാഹം നടക്കുവാനും സഹായിച്ചു. അതിന് ഒരു കുഞ്ഞിനെ കാണുവാനും അവര് സഹായിച്ചു. കർത്താവിനോട് സ്തോത്രം. അവന്റെ കഷ്ടവും പ്രയാസവും ദുഃഖങ്ങളും ഒക്കെ തീർന്നു. തിരുവചനത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 12:13 പറഞ്ഞതുപോലെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കണ്ടിട്ട് ദൈവം ദാനിയേലിനോട് പറയുന്ന വാക്കുകൾ ഇതാകുന്നു. നീ കാലാവസാനത്തോളം നീ പൊയ്ക്കൊള്ളുക. നീ ലോകത്തിന്റെ നീ അവസാനം വരുമ്പോൾ നീ വിശ്രമിച്ച് നീ നിദ്ര കൊള്ളുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു നിന്റെ ഓരിലൊരുപാൻ നീ എഴുന്നേറ്റു വരും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇവന്റെ അനുജൻ മരിച്ചു തന്നെ അവൻ ജീവനോട് ഇന്നും ശേഷിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുകയാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില പ്രയാസങ്ങളൊക്കെയും ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവിശുദ്ധന്മാരോടൊക്കെയും പ്രാർത്ഥിച്ച് അതിനൊക്കെ നീക്കുപോക്കുണ്ടായി. ദൈവം നിത്യ പട്ടിണിയൊന്നും ഇടാതെ അവന്റെ സൈനികനെ ദൈവം ഓരോ ദിവസവും പട്ടി നടത്തിയ സ്തോത്രം. അവന്റെ കഷ്ടം തീർന്നു, പ്രയാസം തീർന്നു, ബുദ്ധിമുട്ട് മാറി അവൻ നിത്യവാസത്തിൽ എത്തിച്ചേർന്നിരിക്കാവുന്നു. ഞങ്ങൾ ഇതോണം നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ കടന്നുപോക്കുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മരണം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്രിയം വെച്ച കർത്താവ് പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവ് ചേർന്നുകൊള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് സാക്ഷി സ്തുതിക്കുന്നു. ഈ സമയത്ത് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരനും ഞാനുമായി കൂടുതൽ പ്രായ വ്യത്യാസമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഉള്ള അംഗങ്ങളിൽ കൂടുതലായി ഞങ്ങൾ തമ്മിലാണ് അധികം ബന്ധമുള്ളത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ പൈതൽ പ്രായം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനവും ആ ഭവനവുമായി ഏറ്റവും അടുത്ത കുഞ്ഞുങ്ങളുമായി ഒത്തൊരുമിച്ച് കളിച്ച് വളരുന്ന കാലമായിരുന്നു. ദൈവത്തിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. അന്നു മുതൽ ഇന്ന് വരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഞങ്ങൾക്ക് ഒത്തൊരുമയോടും കൂടെ എൻ്റെ അതിനോടുകൂടെ ആയിരിക്കാൻ കൊണ്ട് ദൈവം സഹായിച്ചു. ദൈവത്തിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾ എവിടെയായി വിവാഹം കഴിച്ചതിന് ശേഷമായിട്ട് മാതാപിതാക്കളും കടന്നുപോയതിന് ശേഷമായിട്ട് ഈ
പ്രിയപ്പെട്ട മകനാണ് ഞങ്ങളുടെ ഭവനത്തിൽ. ഞാനും തണലുമായി എന്റെ പൈതൽ വല്ലപ്പോഴും ഉള്ളപ്പോഴൊക്കെയും സ്നേഹത്തോടെ അവൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തും അവളെ സ്നേഹിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പെട്ടെന്ന് ഓടി ഭവനത്തിൽ വരികയും ഞങ്ങൾ വരുമ്പോഴും ഇതിലെയാണ് കൂടി യാത്ര ചെയ്യുന്നത്. വരുമ്പോഴും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുകയും തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ വണ്ടിയുടെ സമയമായി പെട്ടെന്ന് പോകടി പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ആശ്വാസം കഴിയുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. വേണ്ടതായ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പൈതലിൻ്റെ തുണ വേർപെടുന്നല്ലോ ഓർത്ത് എനിക്ക്